ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സ്പൂൺ പഴംപൊരിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണിത്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2ഉം 3ഉം നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്കോ മറ്റോ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ചാലുള്ള ടേസ്റ്റ് വേറെയാണ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. മാക്സിമം നിങ്ങൾ ഇതേപോലെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേന്ത്രപ്പഴം കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനി 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതും ഞാൻ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഒരു 3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്നിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. നോർമൽ പാലാണ് കേട്ടോ, ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പാല് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോരുത് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ചേർത്തെടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിരിക്കേണ്ടത്. നമ്മളിങ്ങനെ സ്പൂണിൽ മാവ് കോരിയിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സ്പൂണിൽ ഇതേപോലെ മാവ് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിൻ്റെ പകുതിയോളം മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയതാക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിറയെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നേന്ത്രപ്പഴവും മൈദയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഇത് വേഗം റെഡി ആവും കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നല്ലൊരു കളറാക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. എന്നാലാണ് ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. പിന്നെ നല്ല ക്രിസ്പിനെസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്പൂൺ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും കൂടി നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.